ഏതൊക്കെ കോട്ടൺ സാരികള് പള്ളിയിൽ ഉടുക്കണ സാരികള് കുറെ ഉണ്ട്. അമ്മയുടെ സാരിയൊക്കെ അടുക്കി വെച്ചേക്കണ കണ്ടോ നിങ്ങൾ? ഞാൻ കണക്കൂട്ടി എത്രയാന്നറിയോ? 500. അതൊന്നുമില്ല. ഇന്ന് നമ്മളിവിടെ ഇരിക്കുന്ന കുക്കിംഗ് ആയിട്ടല്ല ആദ്യം കാണിക്കണത്. അപ്പൊ ആദ്യം കട്ടിലേല് വെച്ചിരിക്കുന്ന സാരികളൊക്കെ ഒന്ന് കാണാം. മരണാനന്തര ചടങ്ങുകളൊക്കെ പോലെയുള്ള സംഗതികൾ കൊടുക്കാൻ വേണ്ടിയാണ് ഈ ഐവറി. ഈ സാരിയുടെ മോഡലാണ് ഞാൻ എപ്പോഴും ഉദ്ദേശിച്ച് നടക്കണത്. പക്ഷെ ഇപ്പൊ എനിക്ക് ഭയങ്കര ഇതിന്റെയൊക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏത് കളർ ബ്ലൗസ് വേണമെങ്കിലും ഇടാം. അവനാണ് ഉള്ളതിൽ കേമൻ. ഇതിനൊരു ബ്ലൗസ് എടുക്കണത് ഈ ജൂട്ടിന്. പണ്ട് മിലലിന്റെ ജൂട്ടായത്. അത് പണ്ടത്തെ ആ സാരിക്ക് കുഴപ്പമില്ല. ഏതൊക്കെ കോട്ടൺ സാരികള് പള്ളിയിൽ ഉടുക്കണ സാരികള് കുറെ ഉണ്ട്. ഇത് ഓർഡിനറി. ഇതൊക്കെ അവിടുത്തെ കൊച്ചമ്മ രാജുചാച്ചന്റെ അമ്മ തയ്ച്ചു തന്നെ. ഞാൻ ഓർമ്മയ്ക്ക് വെച്ചേക്കണം. ഇതൊക്കെ ഇതാ നീ മേടിച്ച പണ്ടത്തെ വൈറ്റ്. ഇതാ ഞാൻ പറഞ്ഞ അരുണിന്റെ കല്യാണത്തിന് മേടിച്ചത്. മനസ്സിലായി. നല്ലതാ. ഇതൊക്കെ കോട്ടണ. പിന്നെ നീ മേടിച്ച ഇത് ലിനൻ കോട്ടൺ. അതും ലിനൻ കോട്ടൺ പോലത്തെ. അത് തൃശ്ശൂരിൽ നിന്ന് മേടിച്ചാന്ന് തോന്നുന്നു. അതെ ഓൺലൈനിൽ മേടിച്ചതാ. അത് ആണോ? ഓൺലൈൻ ബൊട്ടീക്ക് നടത്തുന്ന ആരുടെ അടുത്തുനിന്ന് ഞാൻ മേടിച്ചതാ. കേരള സാരിയുടെ ഒരെണ്ണം. കേരള സാരി 2-3 ഉണ്ട്. നീ മേടിച്ചിട്ട് ഉടുക്കാതെ വെച്ചേക്കണം. ഓർക്കണ്ടാവും ഇതൊക്കെ എന്നാന്ന്. അപ്പൊ ഇങ്ങനെ കാണുന്നതേ ദേഷ്യ. ടോട്ടൽ എത്ര നമ്പർ ഉണ്ടാവും അറിയാൻ പറ്റുമോ? എനിക്കാ ഒരു എങ്ങനെയാണെങ്കിലും 30 എബവ് ഉണ്ട്. 30 എബവ്? ഞാൻ കണക്കൂട്ടി എത്രയാന്നറിയോ? 500. അതൊന്നുമില്ല. 30 എബവ് എന്തായാലും ഉണ്ട്. 30 ഒന്നും അല്ല, ഒരു 100ന്റെ അടുത്തുണ്ടാവും. സിൽക്ക്, പ്രിന്റഡ് സിൽക്ക്. ഇല്ല, ഞാൻ 100 തികച്ചാലും. ഞാൻ കൊറേയൊക്കെ പഴകുമ്പോഴേ പിന്നെ ഇങ്ങനെ ചിലരിങ്ങനെയും ഇവിടെ നിന്ന് വരൂല്ലേ ഇങ്ങനെ തുണി ചോദിച്ച്. അവര് നേരത്തെ വന്ന് പറയും 2 ദിവസം കഴിയുമ്പോ വരൂന്ന. അപ്പൊ കഴുകി ശരിയാക്കി വെച്ചേച്ച് മടക്കി അവര് ഈ നൈറ്റിയും സാരിയും ചുരിദാർ മേടിക്കൂല. അവര് ബെഡ്ഷീറ്റുകളൊക്കെ ഇങ്ങനെ ചോദിച്ചു വരും ഈ ഇങ്ങനെ അനാഥ മന്ദിരത്തിൽ നിന്നുള്ളവര്. അപ്പൊ അവര് പറയും 2 ദിവസം കഴിയുമ്പോൾ വണ്ടി വരുമെന്ന് പറയും. അന്നേരം ഒരുവിധം ഇതുള്ളത് മാറ്റും. അത് പിന്നെ അലമാരി സ്ഥലമില്ല, മറ്റേ അലമാരിയിലും കുത്തി നിറഞ്ഞ് എൻ്റെ കല്യാണത്തിന്റെ ഉള്ളപ്പം കൊണ്ട് വെച്ചത് കണ്ടില്ല. അത് കാരണം അങ്ങനെ ചെയ്യും. അതാ കുറെ ഉണ്ട്. ഇതാ പണ്ട് എക്സിബിഷന് മേടിച്ച സാരിയാ. പെയിന്റിങ്. മറ്റേ പെയിന്റിങ്ങിന്റെ കൂടെ മേടിച്ചില്ലേ, ഓർക്കണില്ലേ? ഇന്ന് നമ്മളിവിടെ ഇരിക്കുന്ന കുക്കിംഗ് ആയിട്ടല്ല നേരത്തെ ഒരു പ്രാവശ്യം ചെയ്തിട്ടുമുണ്ട് ഈ വീഡിയോ. അത് കഴിഞ്ഞിട്ട് സാരികൾ മേടിച്ചിട്ടുണ്ട്. പക്ഷെ ഓർഡിനറി സാരികളാണ് കൂടുതലും മേടിക്കാറ്. കാരണം എപ്പോഴും സാരി ഉപയോഗിക്കുന്ന ആളായതുകൊണ്ട് സാധാരണ ഉപയോഗത്തിനുള്ള സാരികൾ എനിക്ക് എപ്പോഴും വേണ്ടി വരും. അത് കാരണം കുറച്ച് സാരികൾ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് കാണിക്കാന്ന് ഓർത്ത് ഞങ്ങൾ കട്ടിലേൽ വന്ന് അങ്ങനെ ഇരുന്നതാ. പിന്നെ പുറത്ത് മഴയൊക്കെ കഴിഞ്ഞ് പുറത്തേക്കൊക്കെ ഇറങ്ങാൻ ഒരു മടി. ഇച്ചിരി തോർച്ച കണ്ടിട്ടുണ്ട് കേട്ടോ. ഉച്ച കഴിഞ്ഞപ്പോൾ ഇച്ചിരി തോർച്ചയുണ്ട് ഇവിടെ. അപ്പം ഞാൻ അത്യാവശ്യം ഒരു 8-10 സാരി കട്ടിലേലെടുത്ത് നിരത്തി വെച്ചിട്ടുണ്ട്. നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് ഓർത്ത്. അതായത് നമ്മളിങ്ങനെ സാധാരണ ഉപയോഗത്തിന് കൊണ്ടു നടക്കണ സാരിയും പിന്നെ ചടങ്ങുകളൊക്കെ പോകുമ്പോൾ ഉപയോഗിക്കാൻ പറ്റിയ സാരികളും. അത് എല്ലാം ഒന്നും എടുത്ത് നിരത്തിയിട്ടില്ല. കാരണം കട്ടിലെല്ലാം നിരത്തി അപ്പടി ഇതാവും. വേണമെങ്കിൽ ഇനി നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുറച്ചും കൂടെ കാണിക്കാം. എൻ്റെ കസ്റ്റഡിയിലുള്ളത് കണ്ടിട്ടുള്ളതാണ്. ഞാൻ ഓരോ ആവശ്യങ്ങൾക്ക് പോകുമ്പോൾ നമ്മൾ ഫോട്ടോ എടുക്കാറുണ്ട്. അപ്പം അത് കമ്മ്യൂണിറ്റി പോസ്റ്റിൽ കൊടുക്കാറുണ്ട്. അപ്പം ആ സാരികൾ ഇട്ടിട്ടുള്ള പടങ്ങൾ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഈ കോട്ടൺ സാരികളുടെ പടങ്ങൾ മിക്കവാറും കണ്ടിട്ടുണ്ടാവും. പിന്നെ പുതിയ വ്യൂവേഴ്സിനൊക്കെ വേണ്ടി ഒന്ന് കാണിക്കാന്ന് ഓർത്ത് പലരും പറയാറുണ്ട്, സാരി കളക്ഷൻ ചോദിക്കാറുണ്ട്. ഒത്തിരി കമന്റ്സ്. അപ്പൊ അതിൽ കുറച്ച് സാരി എടുത്ത് നിങ്ങളെ ഒന്ന് കാണിക്കാം. അപ്പൊ എന്നോർത്താണ്. വേണമെങ്കിൽ കുറച്ചുകൂടെ എടുത്ത് കട്ടിലേൽ ഇത് അലമാരിയിലേക്ക് വെച്ചേച്ച് എടുത്ത് കാണിക്കുകയും ചെയ്യാം കേട്ടോ. അപ്പൊ മൊത്തം ഇങ്ങനെ കാണിക്കണ്ടല്ലോ എന്നോർത്ത്. അപ്പൊ ആദ്യം കാണിക്കുന്നത് ഇത് നീ തന്നെ മേടിച്ച സാരിയാ, പൊത്തിശിന്ന് മേടിച്ച. അപ്പൊ ആദ്യം കട്ടിലേല് വെച്ചിരിക്കുന്ന സാരികളൊക്കെ ഒന്ന് കാണാം. അത് കണ്ടോ. ഇത്ര സാരികളൊക്കെ വെച്ചിരിക്കണേ. ഞാൻ ഈ ഇടയ്ക്ക് മേടിച്ച ഫ്ലോറല് വെച്ചിട്ടില്ല. ഇതിലുണ്ട്, ഓർഡിനറിയിലുണ്ടത്. ആദ്യത്തെ ഇത് പോത്തീസിന്ന് ഒരു 3 കൊല്ലെങ്കിലും ആയിട്ടുണ്ടല്ലേ. കൊല്ലം മുമ്പ് ഞാനിങ്ങനെ ഐവറി കളറെല്ലാം ഉണ്ടോന്ന് ഇവളോട് ഒരു പ്രാവശ്യം ചോദിച്ചായിരുന്നു. അപ്പൊ അതനുസരിച്ച് അവൾ അവിടെ നിന്ന് ഇങ്ങനെ കണ്ട് മേടിച്ചതാണ്. വർക്കുള്ളതേ തുമ്പയിലും അകത്ത് നിറയെ വർക്കായത്. ഇത് എന്തിനാന്ന് വെച്ചാൽ പള്ളിയിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ അങ്ങനെയുള്ള ആവശ്യങ്ങൾ വരുമ്പോൾ പ്രധാനമായിട്ട് പള്ളിയിൽ ഉടുക്കാം. പിന്നെ തന്നെയല്ല അങ്ങനെ എന്തെങ്കിലും ആണ്ട് കുർബാനയോ അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും ഒരു ചെറിയ ചെറിയ മരണാനന്തര ചടങ്ങുകളൊക്കെ പോലെയുള്ള സംഗതികൾ കൊടുക്കാൻ വേണ്ടിയാണ് ഈ ഐവറി കൂടുതൽ ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പൊ അതിനു വേണ്ടി മേടിച്ച സാരിയാണിത്. ഇതിന്റെ വിലയൊക്കെ മറന്നുപോയി. 2000 സംതിങ് ഉണ്ട്. 2-3 കൊല്ലം ആയി. ഇത് നേരത്തെ ഉടുത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഇത് ഞാൻ ഉടുത്ത് കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ഞാൻ ഉടുക്കുമ്പോൾ ഞാൻ ഒരു പ്രാവശ്യം പറയുകയും ചെയ്ത്
എന്തെങ്കിലും ചടങ്ങുകൾക്ക് പോവുകയാണെങ്കിൽ കൈയുടെ അറ്റത്ത് മയില് പോലെയുള്ള ചുമന്ന കളറിൽ അറ്റത്ത് മയില് പോലെയുള്ള ബ്ലൗസ് ഇടുക. അല്ലെങ്കിൽ മരണാവശ്യങ്ങൾ അങ്ങനെയുള്ളതാണെങ്കിൽ ഒന്നും അല്ലെങ്കിൽ ബ്ലാക്കിൽ ഡിസൈനുള്ള ഹക്കോബയല്ല പ്രിന്റഡ് ബ്ലൗസുകളോ അല്ലെങ്കിൽ നേവി ബ്ലൂവിൽ ഡിസൈനുള്ള ബ്ലൗസ്, അതൊക്കെ എനിക്ക് ഓൾറെഡി ഉള്ളത്. അത് ഏതെങ്കിലും ഇട്ട് അങ്ങനെയുള്ളതിന് പോകാമെന്നും പറഞ്ഞ് നമ്മളൊരു ഫോട്ടോ മുറ്റത്ത് നിന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു നേരത്തെ. ഇത് മേടിച്ച ഇടയ്ക്ക് കേട്ടോ. അപ്പം ഇത് ഒന്ന്. ഈ സാരി ഞാൻ രാധാകൃഷ്ണന്ന് മുറിച്ച് മേടിച്ചതാ. ഈ സാരിയുടെ മോഡലാണ് ഞാൻ എപ്പോഴും ഉദ്ദേശിച്ച് നടക്കണത്. പക്ഷെ ഇപ്പൊ ഒരേടത്തും ഇത് കിട്ടാനില്ല. സിമെട്രിക്കൽ നല്ല രസമുണ്ടത്. അതിന്റെ സ്റ്റഫിനാണ് പ്രത്യേകത. തേച്ചിട്ടില്ല കേട്ടോ, അതുകൊണ്ടാണ് ഇങ്ങനെ ഉടുത്തേച്ചിരിക്കുന്നത്. ഒരു പ്രത്യേക സ്റ്റഫ്. ഇനി ഓൺലൈൻ വഴി വല്ലതും ഉണ്ടോയെന്ന് വ്യൂവേഴ്സ് ആരെങ്കിലും കാണുമ്പോൾ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ഇട്ടേരെ. ഞാനിത് രാധാകൃഷ്ണന്ന് മുറിച്ച് മേടിച്ചതാണ്. പിന്നെ പല പ്രാവശ്യം അവിടെ ചെന്നിട്ടും പല ഷോപ്പുകളിലും ചെന്നിട്ടും എനിക്ക് ഈ മോഡൽ കിട്ടിയിട്ടില്ല. ഇത് കോട്ടയല്ലേ? എന്താ മെറ്റീരിയൽ എന്ന് എനിക്കറിയില്ല. നല്ല ഭംഗിയുണ്ട്. ഈ സാരി തന്നെ കൊണ്ടുപോയി ഞാൻ രാധാകൃഷ്ണയിൽ 2-3 പ്രാവശ്യം ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു ഇപ്പൊ ഈ മോഡൽ വരവില്ല. അന്ന് ഞാനിത് കണ്ടപ്പോ ഇത് അന്ന് ഒരു 5 കൊല്ലെങ്കിലും ആയിട്ടുണ്ട് മേടിച്ചത്. അന്ന് ഇതിന് 1000 രൂപയുടെ താഴെ ഉണ്ടായിരുന്നു മുറിച്ച് മേടിച്ചത് ഞാൻ. ഇതൊക്കെ ആകുമ്പോ ഏത് കളർ ബ്ലൗസ് വേണേലും ഞാനിതിന് ബ്ലാക്കിൽ പ്രിന്റ് ഉള്ളതിടും, നേവി ബ്ലൂവിൽ പ്രിന്റ് ഉള്ളതിടും, മെറൂണിൽ പ്രിന്റ് ഉള്ളതിടും, പല കളറുകളുള്ള ബ്ലൗസുകൾ ഇടാറുണ്ട്. അപ്പം ഈ മോഡൽ സാരി ആണ് ഉദ്ദേശിച്ച് നടന്നിട്ടാണ് നീ ഒരു പ്രാവശ്യം പോത്തീസ് ചെന്നപ്പോൾ ഈ കളർ ഇങ്ങനെ വർക്കുള്ളത് കണ്ടു എന്ന് പറഞ്ഞ് മേടിച്ചത്. അപ്പം ഈ മോഡൽ ഇപ്പം ഇല്ല. ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ വർക്കുള്ള ഈ കളർ തന്നെയാണെങ്കിൽ മേടിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ വേറെ ഒരെണ്ണം സ്റ്റെപ്പിനി അല്ല, വേറെ ഒരെണ്ണം അതിൻ്റെ തന്നെ മോഡൽ, അത് വ്യത്യാസമുണ്ട്. ഇത് നെറ്റ് കോട്ടയല്ലേ? നെറ്റ് കോട്ട. ഇതിൻ്റെ സ്റ്റഫ് എനിക്കറിയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇപ്പം ഇത് എവിടെയെങ്കിലും കിട്ടണുണ്ടോന്നോ അവൈലബിൾ ആണെന്നോ അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ഇടണം. എനിക്ക് ഒരെണ്ണം കൂടെ വാങ്ങിക്കാൻ വേണ്ടിയാട്ടോ. ഇത് ഇത്രയും കൊല്ലങ്ങളായിട്ടും ഗ്ലേസിങ്ങിനൊന്നും ഒരു കോട്ടം വന്നിട്ടില്ല. 5 വർഷത്തിൽ കൂടുതലായില്ലേ? എന്നെ ആണെങ്കിലും 5 വർഷമായിട്ടുണ്ട്. 5 അല്ലെന്ന് എനിക്ക് തോന്നുന്നത്. ഇത് എതിർച്ചയാൽ ഞാൻ ഇങ്ങനെ നൈറ്റ് തുണി ഏതാണ്ടൊക്കെ എടുക്കാൻ രാധാകൃഷ്ണനെ കയറിയപ്പോ കണ്ട് ഞാൻ മുറിച്ച് മേടിച്ചതാ. ഇതെങ്ങനെയാണെന്നറിയാമോ? ഇത് നമ്മുടെ പ്രവീണിന്റെ മൈനയുടെ മമ്മി ഷീലാൻറ്റിക്ക് ഉണ്ട് ഈ സാരി സെയിം. അത് ഞാൻ അന്ന് കണ്ടപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞത് എവിടെന്നോ ബൊട്ടിക്കിന്ന് കണ്ട് മേടിച്ചാന്ന്. ഏതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏത് കളർ ബ്ലൗസ് വേണമെങ്കിലും ഇടാം. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. അങ്ങനെ അതിന് പകരമാണ് പിന്നെ ഇത് കിട്ടിയത് എടുത്തത്. അത് രണ്ടും വെച്ച് നോക്കുമ്പോ എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത് ആ ട്രയാങ്കിളാ. അത് നല്ലതാ, പക്ഷെ അതിപ്പോ കിട്ടാനില്ലല്ലോ. പിന്നെ രണ്ട് മോഡലാണ് കേട്ടോ. അങ്ങനെ നമുക്ക് കമ്പയർ ചെയ്യാനും പറ്റൂല. അത് പിന്നെ ഇതൊക്കെ സാധാ സാരിയാണ്. ഞാൻ പള്ളിയിൽ ഉടുക്കാൻ വേണ്ടി ശീമാട്ടിയിൽ നിന്ന് മേടിച്ചതാണ്. കൊട്ട സാരി തന്നെ, സിൽക്കി കൊട്ട, ബോർഡർ ഇങ്ങനെ. പിന്നെ തുമ്പയിൽ ഇതേ ഈ വയലറ്റ് ഡിസൈൻ തുമ്പയിൽ. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ട് ഉടുത്ത്? വയലറ്റ് ഡിസൈൻ ബ്ലൗസാണ് ഇടാറ് ഞാൻ. വയലറ്റ് ബ്ലൗസ് ഇടണമെങ്കിൽ അത് ഇടാം. ലിനൻ കോട്ട ഇത് അത് തന്നെ. ഇത് ഈ ബോർഡർ മാത്രം ഒരു കളർ വരുന്നത് നല്ലതാ. ബോഡി വേറെ കളറും. അതിനൊരു പ്രത്യേക ലുക്ക് ആയിരിക്കും ഈ ബ്ലൗസ് ഒക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും. ഇതിന്റെ ബ്ലൗസ് വിത്ത് ബ്ലൗസ് അല്ല അല്ലെ? ബ്ലൗസ് ഒന്നും ഇല്ല ഇതിന്. ഇത് ഞാൻ ഈ പ്ലെയിൻ ബ്ലൗസ് ഇടും, അല്ലെങ്കിൽ ഡിസൈനുള്ള ബാത്തിക്ക് ഇടും, ഏതെങ്കിലും ഇടാറ്. പ്ലെയിൻ ബ്ലൗസ് ഇച്ചിരൂടെ നല്ലതാട്ടോ ഇതിന്. ഇത് 1000 കുറഞ്ഞതായില്ല, 800 ഏതാണ്ട് ഉണ്ടായിരുന്നു. ശീമാട്ടി ഇത് കഴിഞ്ഞ വേനക്ക് ശീമാട്ടിന്ന് എടുത്താ. വേനക്ക് ശീമാട്ടിൽ ഒരുപാട്, ഈ വേനക്കാണ് കൊട്ടസാരി കൂടുതൽ ഡിസ്പ്ലേ അവിടെ വന്നത്. അങ്ങനെ വന്നപ്പോ അവിടെ ചെന്നപ്പോ സാരി മേടിക്കാൻ തന്നെ പോയത്, അന്നേരം മേടിച്ചതാ. അത് ഓർഡിനറി പോലെ ഉടുക്കാൻ പറ്റിയ പള്ളി പരിപാടികളൊക്കെ ആയിട്ട്. അടുത്തത് ഇത് നീ മേടിച്ചതാ. അത് ഓൾറെഡി എല്ലാരും കണ്ടിട്ടുണ്ട്. ആപ്ലിക് വർക്ക് വർക്ക് കാണിച്ചേക്കാം. കുഞ്ഞ് സിമ്പിൾ വർക്കാണ്. കുറച്ച് പെയിൽ ആയിട്ടുള്ള കളറാ, പേസ്റ്റൽ കളറ്. തുമ്പ് കാണിക്ക. മനോഹരമായ തുമ്പ് നിറച്ചുണ്ട് കേട്ടോ. ഇങ്ങനെ ഈ ഇത്രയും ഭാഗം ഇങ്ങനെ. ഇത് നല്ല വിലയുണ്ടായിരുന്നു. 2000 എത്രയോ പറഞ്ഞതാ. ഇതിന്റെ പല കളറുകളും അവിടെ ഉണ്ടായിരുന്നു. പോത്തീസിന്നാ മേടിച്ചത്. പക്ഷെ ഇത് നല്ല കളറാ, നല്ല കളറുണ്ട്. ഇതും ഇതുപോലെയുള്ള കുറച്ച് ആർഭാടം കുറവുള്ള സ്ഥലത്ത് ഒക്കേഷൻ അനുസരിച്ച് നമ്മൾ ഉപയോഗിക്കാൻ പറ്റിയ ഒരു സാരിയാണ്. ഇതിന് ഒന്നെങ്കിൽ ആ പേസ്റ്റൽ കളർ ഇല്ലേ, ആപ്ലിക് വർക്കിന്റെ കളറിലുള്ള ബ്ലൗസ് ഇടാം, അല്ലെങ്കിൽ ഡാർക്ക് ബ്ലൗസ് ഡാർക്കാ നല്ലത്. കാരണം സാരി ലൈറ്റ് ആയതുകൊണ്ട് ഡാർക്ക് ബ്ലൗസ് ഇട്ട് കഴിഞ്ഞാൽ എലഗന്റ് ആയിരിക്കും. അതെ അങ്ങനെ. അത് അടുത്തത് ഇത് മൊത്തം ഞാൻ മേടിച്ചതാണ്. ഇത് നീ
അല്ല ഇത് ഓൾറെഡി കണ്ടിട്ടുണ്ട് നമ്മളെ കല്യാണത്തിന് കൊടുത്തത്. അതെ. ഇതിന്റെ പേര് പറഞ്ഞ് ഞാൻ മറന്നുപോയി. ലിനൻ എന്തോ ഒരു ലിനൻ പോലെയായിരുന്നു. അല്ല ജൂട്ടല്ല, ടിഷ്യൂ. ടിഷ്യൂ വീവിങ് വരുന്നത്. അതെ 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 അതെ. അതുകൊണ്ടാണ് അതിന് ഒരു ഷിമ്മറി ഫിനിഷ് വരുന്നത്. നല്ല രസമുണ്ട് ഇത്. നല്ല സാരി ഉടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയാ. ഈ വർക്ക് കണ്ടപ്പോ പ്രേക്ഷകർ അന്ന് ഇതിനൊരു പേര് പറഞ്ഞായിരുന്നില്ലേ, ട്രൈബൽ വർക്ക് അങ്ങനെ അല്ല, വേറെ എന്തോ ഒരു പേരാ പറഞ്ഞേ. അത് നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യട്ടോ. ഞങ്ങള് മറന്നുപോയി. വാർലി പ്രിന്റ് എന്നോ അങ്ങനെ എന്തോ ഒരു പേരാട്ടോ പറഞ്ഞേ. നല്ല സാരിയാ, നല്ല കളറ് ഒരു പേസ്റ്റൽ ഷെയ്ഡ് ഇപ്പൊ ട്രെൻഡ് ആയതുകൊണ്ട് അത് നോക്കി ഞാൻ എടുത്തതാ. ഇതിനും ഉണ്ട് 2000-ഓ 3000-ഓ. 3000 ആണല്ലേ, ഞാനും മറന്നുപോയി. ഇത് നല്ല പറഞ്ഞതാ. ഇത് 5-6 മാസം ആയോളൂ ഇത് മേടിച്ചിട്ട്. ഇവള് വാങ്ങിച്ചതാണ്. ഇത് എവിടെന്നായിരുന്നു? ഇത് നമ്മുടെ ലുലു സെലിബ്രേറ്റ്. അത് തന്നെ അന്ന് പറഞ്ഞതാ. അത് ഞാൻ മേടിച്ച ഫ്ലോറൽ ഇതിന്റെ കൂടെ ഇല്ലല്ലോ. ഉണ്ടെന്നേ. ഇത് ഒരുപാട് വർഷം മുമ്പുള്ളത്. അച്ഛനെ ഡള്ളായി. ഇത് എന്റെ ഓർമ്മയിൽ പോലും ഇല്ല ഈ സാരി. ഇത് ഞാൻ നല്ലതാട്ടോ, നല്ല സാരി. ഇത് ഞാൻ ജയലക്ഷ്മിയിൽ ചെന്നപ്പോ ഇല്ലേ, റാക്കില് കംപ്ലീറ്റ് തൂക്കിയിട്ടേക്കണം ഇങ്ങനത്തെ സാരികൾ. അപ്പൊ നെറ്റ് കോട്ടയാണ് ഈ കമ്പ്യൂട്ടർ പ്രിന്റ് അങ്ങനെയായിട്ടുള്ള. പണ്ട് ഇതിന് ഇങ്ങനത്തെ ഹാൻഡിൽ ചെയ്യണ ക്രോസ് സ്റ്റിച്ച് ഉണ്ടായിരുന്നു. ഇതിപ്പോ കമ്പ്യൂട്ടർ പ്രിന്റ് എന്നാ അവര് പറഞ്ഞത്. ഇപ്പൊ ഞാൻ കുറച്ചായി ഉടുത്തിട്ട്. കാരണം ഇതിന്റെ ഈ കളർ ബ്ലൗസാണ് നല്ലത് ഇതിന്. എനിക്ക് തോന്നണം നീ മേടിച്ച ഡിസൈനുള്ള ബ്ലൗസ് നല്ലതായിരിക്കും. അത് നല്ലതായിരിക്കും. അത് ഇട്ടൊരു ദിവസം ഇട്ട് നോക്കാം. അതിന് ശരിക്കും ഈ ഗ്രീൻ വേണം അതിന്. ഒത്തിരി വർഷം പഴക്കമുണ്ടല്ലേ? പഴക്കമുണ്ടെങ്കിലും നല്ല ഭംഗിയായിട്ടിരിക്കണം. ഒരുപാട് വർഷം പഴക്കമുണ്ട്. ബോഡി ഫുള്ള് ഇല്ല അല്ലേ? അവിടെ എവിടെയായിട്ട് ബോഡിയിൽ ഇങ്ങനത്തെ പൂക്കൾ നിറയെ ഉണ്ട്. സിംഗിൾ പൂക്കൾ നിറയെ ബോഡിയിൽ പൂക്കളാ. അതല്ല, അവിടെ എവിടെയായിട്ടാ പൂക്കള്? അല്ലാണ്ട് പറ്റൂല്ലോ, അല്ലാതെ പറ്റൂല. ഇതിന് വിലയായി കാണും അല്ലേ? 2 സൈഡിലും മറന്നുപോയി. 10 കൊല്ലത്തിലേറെ ആയിരുന്നേ. അടിയിലും മുകളിലും വർക്കുണ്ട്. തുമ്പേലിങ്ങനെ ലെയർ പോലെ. എന്നിട്ട് അകത്തോടെ മുഴുവൻ സിംഗിൾ പൂക്കള്. ദേ ബോർഡറിൽ അടിയിലും മുകളിലും കംപ്ലീറ്റ് ചെയ്തുണ്ട്. ഞാൻ മറന്നുപോയത്. ഒന്ന് മറിച്ച് കാണിച്ച്. തുമ്പ് കാണിക്കാം. തുമ്പത് ഇങ്ങനെയാ, നിറച്ചില്ല. ഈ തുമ്പയിൽ ഇങ്ങനെ വന്നെ ഇതുപോലെ അടിയും മൂളും കംപ്ലീറ്റ്. പിന്നെ അകത്തോടെ സിംഗിള്. തുമ്പ് ഇങ്ങനെ മാത്രമേ ഉള്ളൂ, നിറച്ചില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ 2 സൈഡിൽ കൂടെയും പോകും അതിന്റെ വർക്ക്. നല്ല സാരി അത്, വളരെ നല്ല സാരിയാ. എനിക്ക് ഇഷ്ടമായത്. ബേബി പിങ്കിന്റെ ആരാധികയാ ഞാൻ. അപ്പൊ ഇതാണ് അടുത്ത സാരി. ഇത് ഒത്തിരി വർഷമായി. ഭംഗിയുണ്ട് കേട്ടോ. ഇത്രയും വർഷമാണെങ്കിൽ ഇത് ഭംഗി. ഒരുപാട് വർഷമായി. ഒരുപാട് വർഷമായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ 10 വർഷത്തിന് മേലായിട്ടുണ്ട്. അത് ഈ കൊട്ടസാരിയുടെ ഒക്കെ ഒരു ട്രെൻഡ് ഇറങ്ങിയ സമയം ഒരിക്കലും ഇങ്ങനെ കടയിൽ സ്റ്റിച്ച് ചെയ്ത് കിട്ടാറില്ല. അപ്പൊ ഈ കോലഞ്ചേരിയിൽ കെന്നഡി എന്ന് പറഞ്ഞൊരു ഷോപ്പുണ്ട്. അവിടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കിട്ടും. അത് ശരി. അത് പണ്ടുള്ള ഷോപ്പായ, അത് ഹോൾസെയിൽ ഷോപ്പാ. അത് ഇത് അവിടെ നിന്നൊന്നും അല്ല കേട്ടോ, ജയലക്ഷ്മി എന്നാ. റാക്കിൽ തൂക്കിയിട്ടേക്കുമായിരുന്നു ഇങ്ങനെ ഇഷ്ടം പോലെ. ആ ചെന്നപ്പ ചുമ്മാ ഓർഡിനറി സാരി എടുക്കാൻ പോയത്, അന്നേരം കണ്ടതാ. റേറ്റ് ഒക്കെ മറന്നു, ഒരുപാട് വർഷം മുമ്പായതുകൊണ്ട് ഞാൻ ഓർക്കണില്ല. അതിന് ശരിക്കും ഈ ഗ്രീൻ ബ്ലൗസ് ഇട്ട് ഒരു ദിവസം ഇടാം, ഉടുക്കാം. ഫോട്ടോ എടുക്കാം, നല്ല രസമായിരിക്കും. മഴ പോട്ടെ. അതെ. ഈ ബ്ലൗസ് ഇടണം. ഈ കളർ ബ്ലൗസ് ഉണ്ടല്ലോ, പിന്നെ ഏതാണ്ട് ചേരുന്ന ബ്ലൗസ് എനിക്ക് ഉണ്ട്. അല്ലെങ്കിൽ ആ ഹക്കോബ ഇടായിരിക്കും ചിലപ്പോ. ഗ്രീൻ ഹക്കോബ അതായിരിക്കും നല്ലത്. ശരിയാ, അതാണ് കുറച്ചുകൂടി ഭംഗി. അപ്പൊ അതടുത്തത് കൂടുതലും പിങ്ക് ഷെയ്ഡുകളല്ലേ? ഇത് ഇതും പ്രേക്ഷകർ കണ്ടിട്ടുള്ളതായിരിക്കും. ഇല്ല ഇത് അവര് കണ്ടിട്ടുണ്ടാവാൻ വഴിയില്ല. അല്ല, ഉണ്ട്, കാണിച്ചിട്ടുണ്ട്. ഉണ്ട്. ഇത് മേമയുടെ സൃഷ്ടി ഡിസൈനിന്ന് എടുത്ത സാരിയാണ്. മാങ്ങ അല്ലേ? ഞാൻ മഴയായതുകൊണ്ട് ഇത് ഇങ്ങനെ ഉപയോഗിക്കാറില്ല കേട്ടോ. അല്ല, യൂസ് ചെയ്യാറില്ല. സൂക്ഷിച്ച് ഇങ്ങനെ വെച്ചേക്കുവാണ്. ഗ്രീൻ ബ്ലൗസ് നല്ലതാ, ഡാർക്ക് പിങ്ക് നല്ലതായിരിക്കും. ഗ്രീൻ ആയിരിക്കും കൂടുതൽ നല്ലത്. അപ്പൊ സാരി എടുത്ത് കാണിക്കും. 5 പൂവുണ്ടെന്ന് തോന്നുന്നത്. അത് ശരി. ബോഡി ഓൾ ഓവർ ആണല്ലേ? ഓൾ ഓവറാ. ഇതിലേ ആയിട്ട് ഇങ്ങനെ പൂക്കളത്. നല്ല ഭംഗിയാ, നല്ലതാ. കളറാ എനിക്ക് ഏറ്റവും ഇഷ്ടം. ഇത് എന്ത് സ്റ്റഫാ? അത് ഓർഗൻഡി അല്ലേ? ശരിക്കും ഓർഗൻഡിയുടെ ഇത് കുറവുള്ള, സ്റ്റിഫ്നെസ് കുറവുള്ള, കൂടിയ ഓർഗൻഡിയാ. റേറ്റ് കൂടിയ പലതരത്തിലുള്ള ഓർഗൻഡി ഉണ്ട്. അധികം പറഞ്ഞിരിക്കൂല. എത്രയായിരുന്നു ഇതിന്? മറന്നുപോയി. അതൊക്കെ മറന്നുപോയി. അത് 3000 മറന്നുപോയി. അത്ര ഇല്ലെന്ന് തോന്നുന്നു. ഹാൻഡ് വർക്ക് ആണോ? ഹാൻഡ് വർക്കാ. അവൾ എവിടെയോ ചെയ്യിക്കുന്നതാ, വേറെ എവിടെയോ കൊടുത്ത എംബ്രോയിഡറി ചെയ്യുന്ന സ്ഥലം. നല്ല വർക്കാ. നല്ലതാ.
നല്ല കളറാ എനിക്ക് പ്രധാന ഇഷ്ടം. അവിടെ ഒരു ലെമണല്ലോ എന്ന് നമ്മൾ ഷോപ്പിൽ ചെന്നപ്പോ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു അത് വേണ്ട, ബേബി പിങ്ക് മതി. പിങ്കിന്റെ ആരാധിക ആയത് കാരണം അതുകൊണ്ട് അങ്ങനെ എടുത്തത്. വർക്ക് ഓർഡർ അനുസരിച്ച് അവിടെ ആ ഷോപ്പിൽ അവള് ചെയ്തു കൊടുക്കണ്ട കേട്ടോ. ഇത് എൻ്റെ സിസ്റ്ററിന്റെ ഷോപ്പാണ്, സൃഷ്ടി ഡിസൈൻ. ഓക്കെ, ബേബി പിങ്ക്. അതെ, ഫ്ലോറൽ ഇല്ല എന്ന് പറഞ്ഞിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഞാൻ തുടക്കം തൊട്ടി വായിക്കണ്ട്. ഞാൻ റീസെന്റ് മേടിച്ച ഇത് എന്നാന്നോ, നൂലൊക്കെ ഇതായിട്ടിരിക്കുവോ, ഇത് ഫോള് പിടിപ്പിക്കണം. ഇത് സാധാ യൂസിന് ഏറ്റവും പുതിയ സാരി. ഇങ്ങനെയുള്ള കോട്ട സാരികളാണ് ഞാൻ സ്ഥിരം യൂസ് ചെയ്യുന്നത്. മറ്റേ കോട്ടയുണ്ട്, സിൽക്കി കോട്ടയുണ്ട്, സിന്തറ്റിക് കോട്ടയുണ്ട്. ഇത് ഫ്ലോറൽ പ്രിന്റ് ഉള്ളത് നല്ലതാ. ഇതിന് 595 രൂപയുള്ളൂ. സാധാ യൂസിന് വേണ്ടി ഇവിടെ നാളെ മേടിച്ചോളൂ എന്നാട്ടോ. ഇതിന്റെ കുറെ വെറൈറ്റി മോഡൽ എൻ്റെ ഉണ്ട്. പച്ചയുണ്ട്, മറ്റേ വയലറ്റ് ആദ്യം മേടിച്ച ഫ്ലോറല്, പിങ്കിന്റെ ഉണ്ട്, ഒക്കെ ഉണ്ട് കേട്ടോ. പല കളറും ഉണ്ട്, പല മോഡലും ഉണ്ട് ഇതിന്റെ. അതെ, ഇതെല്ലാം സാധാ യൂസിന്റെ. ഇനി സാധാ യൂസിന്റെ ആ സൈഡിൽ വേറെ കുറെ ഇരിപ്പുണ്ട്, വേണമെങ്കിൽ കാണിക്കാം. പിന്നെ ഇത് അങ്ങനെ സാധാ യൂസ് അല്ല, ഇത് എന്ത് ലിനൻ കോട്ടൺ. ലിനൻ കോട്ടൺ. ഇത് ഉടുക്കുമ്പോഴാണ് ഇതിന്റെ എലഗൻസി. ഇത് കാണുമ്പോ അങ്ങനെ അതിന് തോന്നൂല അത്. അതെ അതെ അതെ, ഉടുക്കുമ്പോൾ പ്രത്യേക ഭംഗിയാണിത്. പല തവണയായിട്ട് നിങ്ങൾ ഇത് കണ്ടിട്ടുണ്ടാവും. ഉടുക്കുമ്പോ ഈ പ്രിന്റുകളൊക്കെ ഉണ്ടല്ലോ, ഇതെല്ലാം എടുത്ത് നിൽക്കും. നല്ല രസം. അത് ഞാൻ കല്യാണത്തലേന്നൊക്കെ ആണ് അവിടെ പോയപ്പോ ഉടുത്തായിരുന്നു. മോന്റെ കല്യാണത്തിന്, തിരുമറിയത്തെ അമ്മോന്റെ കല്യാണത്തിന്, ജോർജ് കുട്ടിയുടെ കൊടുത്തായിരുന്നു. നല്ല ഭംഗിയായത്. അതെ, ഉടുക്കുമ്പോഴാണ് ഏറ്റവും എലഗന്റ്. അതെ, ഇതിന്റെ വേറെ കളറും അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ കളറാണ് നല്ലത്. അതെ അതെ അതെ, ലുലു സെലിബ്രേറ്റ് അല്ലേ, നല്ല കളർ. ഇതും 1000-ൽ കൂടുതലാ. അന്ന് പറഞ്ഞതാ, ഞാൻ മറന്നുപോയി. ഞാൻ 2000-ന്റെ അടുത്ത് ഉണ്ടെന്ന് തോന്നുന്നു. അന്ന് എന്നോട് പറഞ്ഞായിരുന്നു, ഓർക്കുന്നില്ല കൃത്യമായിട്ട്. പക്ഷെ ആ ഒരു റേറ്റ് ഉണ്ട്. നല്ല സാരിയാ, നല്ല ഭംഗിയുണ്ട്. അങ്ങനെ കാണണം. കണ്ടോ, ആ ഒരു സിൽവർ ടച്ച് ഉണ്ട് ഇതിനകത്ത്, അതാ ഭംഗി. അതെ അതെ അതെ, കണ്ടോ, നല്ല ഭംഗിയുണ്ട്. ആ ഒരു എടുപ്പുണ്ട് ഇപ്പോഴും അതിന്, പ്രൗഢി ഉണ്ട്. തേച്ച് വെക്കണം, കുറെ നിൽക്കുന്നു തോന്നുന്നു. പിന്നെ റഫായിട്ട് ഉപയോഗിക്കൂലല്ലോ. ഇതാണ് സാരി. ഇത് അടുത്ത സാരി. നല്ല പ്രൗഢി അതിന്, നല്ല കളറ് പ്രത്യേകിച്ച്. അതെ അതെ അതെ, ഇത് വേറെ സെക്ഷനാ. ഇത് സെമി ജൂട്ട്, സെമി ടസർ. സെമി ടസർ, ജൂട്ടെന്ന വയല് തന്നെ, സെമി ടസർ. ഇത് എങ്ങനെയാന്ന് വെച്ചാൽ തുമ്പ പിങ്ക് ലൈൻ. ഇത് ഉടുത്ത് കണ്ടിട്ടുണ്ട്. ബോഡി ഇത് തുമ്പ. ഇത് മാത്രം ബോഡി ഒരു പീച്ച് കളർ പോലെ, ബാക്കിയൊക്കെ പക്ഷെ പിങ്കാ. ഇത് തുമ്പ് പിങ്ക് ഉണ്ട്. ഇത് സൃഷ്ടിയിലാണ്. ഇപ്പൊ ആദ്യം കാണിച്ചില്ലേ മാങ്ങാസാരി, സിസ്റ്ററിന്റെ കടയിൽ നിന്ന് എടുത്താണ്. സൃഷ്ടിയിൽ ആദ്യം നമ്മൾ പോയപ്പോ എടുത്താ അല്ലേ, ഏറ്റവും ആദ്യം പോയപ്പോ. ഇത് നല്ല സാരിയാ, നല്ല സാരിയാ. വിത്ത് ബ്ലൗസ് ദേ പിങ്ക് ലൈൻ. അത് നിങ്ങൾ കണ്ടിട്ടുണ്ട് ഉടുത്ത്. നിങ്ങൾ കണ്ടിട്ടുണ്ട്. ശരിയാ, ഇതാണ് സൃഷ്ടിയുടെ സാരി. അത് സെമി ടസറാണ്. സെമി ടസർ. എനിക്കെപ്പോഴും ജൂട്ടെന്നാ വയല് വന്നെ. ജൂട്ടിന്റെ സാരി അമ്മയ്ക്ക് ഇല്ലല്ലേ? ഇത് ജൂട്ടല്ലേ, വയലറ്റ്. നീ മേടിച്ച് അല്ലാണോ? അത് ടസറാ. ടസറാ അല്ലേ? പക്ഷെ ജൂട്ട് ഇപ്പൊ ഔട്ട് ഓഫ് ആയി. ജൂട്ടിന് പിന്നെ ഇച്ചിരി വെയിറ്റും വരും അല്ലേ? ഇപ്പൊ ഔട്ട് ഓഫ് ആയി. പിന്നെ വെയിറ്റ് കൂടുതലാണോ? പിന്നെ എന്നാലും ഉടുക്കും. ഔട്ട് ഓഫ് ആയി എന്ന് പറഞ്ഞാലും ആൾക്കാർ മേടിക്കും. ഇപ്പൊ ഏതാ പോലും ട്രെൻഡ്? ടിഷ്യൂ ഒക്കെ ആണെന്ന് തോന്നുന്നു അല്ലേ? അറിയില്ല. ഇപ്പൊ നിങ്ങൾ അറിയാവുന്ന ഒരു കമന്റ് ചെയ്തോ ഇപ്പോഴത്തെ ട്രെൻഡ് ഏതാന്ന്. പിന്നെ ഇത് നീ മേടിച്ചതാ. ഇത് പറന്നിരിക്കുന്ന ടസർ. അമ്മയ്ക്ക് പറന്നിരിക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. താല്പര്യ. വണ്ണ അധികം ഇല്ലാത്തതുകൊണ്ട് ഞാൻ പണ്ട് മുതലേ പറന്നിരിക്കുന്ന സാരിയല്ലേ ഉപയോഗിക്കുന്നത്. ഇത് സെയിം ആട്ടോ, ഇതുപോലെ തന്നെ ആകും പുറവും എല്ലാം. അതെ 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 അതെ, ഫുൾ ബോഡി ഇങ്ങനത്തെ. ബ്ലൗസ് ഇത് തന്നെ, ഇതിന്റെ തന്നെ സെയിം തന്നെ. നല്ല ഭംഗിയത് ഉടുത്ത, നല്ല പറന്നായിരിക്കണേ, നല്ല കളറുവാ. ഇതിന്റെ കൂടെ നല്ല പേളുമാലയൊക്കെ ഇടണം, അടിപൊളിയായിരിക്കും. അപ്പൊ ഈ ഒരു പ്രിന്റിനും എന്തോ ഒരു പേരുണ്ട്. പിന്നെ ചെന്നപ്പോ ഇല്ല അല്ലേ? പിന്നെ ചെന്നപ്പോ കിട്ടിയില്ല. ടസറില് ഇങ്ങനെ ഒരു പ്രിന്റ് വരണേന് എന്തോ ഒരു പേര് പറയും, അതെന്താന്ന് എനിക്ക് അറിയില്ല. പക്ഷെ നല്ല ഭംഗിയത്. ഫുൾ ബോഡി ഇങ്ങനെയാ. ഫുൾ ബോഡി ഇങ്ങനെയാ. ബ്ലൗസും അതുകൊണ്ട് അതിൽ നിന്ന് മുറിച്ചെടുക്കുവായിരുന്നു ബ്ലൗസ്. ഇതിന് 3000 എങ്ങാണ്ട് കൊടുത്താ. 3 സംതിങ് അന്ന് പറഞ്ഞതാ. ഞാൻ കുറെ ഉടുത്തൂത്.
അതെ അതെ അതെ, നല്ല കളറുവാ, നല്ല കളറാണ്, ചേരും, പ്രത്യേക കളറാ. ലാസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? അല്ല അങ്ങനെ റഫായിട്ട് അത് ഉടുക്കലില്ല. എന്തെങ്കിലും ചടങ്ങുകൾ കൊടുത്തു കഴിഞ്ഞ് വെയിൽ കൊള്ളിച്ച് റെഡിയാക്കി വെച്ച് പിന്നെ അകത്ത് കയറ്റി വെക്കുവല്ലേ, തേക്കാനുണ്ട്. അവനാണ് ഉള്ളതിൽ കേമൻ. ഇത് മറിച്ചാ മടക്കിയേക്കണേ. ദേ ഇത് അമ്മയ്ക്ക് ഏതോ ഒരു ആനിവേഴ്സറി ഗിഫ്റ്റ് ആയിട്ട് ഞാൻ മേടിച്ചതാ അല്ലേ? മേടിച്ച് തന്നതാ, പർപ്പിൾ കളറ്. പർപ്പിള്. ഇത് നമ്മള് ഇത് എവിടെ നിന്ന് എടുത്തു? മിലൻ. മിലനിന്ന് സാരി എടുത്തു. ബ്ലൗസിന് നമ്മള് ലിനൻ കോട്ടൺ എടുക്കാനായിട്ട് അവിടെ പോയി, ഗുഡ്വില്ലിൽ പോയി. നല്ല സാരിയാണ്, നല്ല കളറാണ്, നല്ല ഭംഗിയാ ഉടുത്താലും. അതിന് വിലയും ഉണ്ടായിരുന്നു, 5 രൂപ വന്നു അന്ന്. ഇതൊരു 3 കൊല്ലായില്ലേ? പിന്നെ 3 അല്ല, ഏതോ ഒരു വെഡിങ് ആനിവേഴ്സറിക്ക് ഞാൻ ഗിഫ്റ്റ് തന്നത് ഈ ഒരു സാരിയാ. ശരിയാ. ദേ ഞാനിത് മറിച്ചായിരുന്നു മടക്കിയിരുന്നത്. ഫുൾ ടസറാണത്. ഫുൾ ടസറാ, നല്ല സാരിയാ. ടസറാണത്, ടസറാന്ന് കണ്ടാൽ തന്നെ അറിയാം. ഇപ്പോഴും ആ എടുപ്പൊക്കെ ഉണ്ടല്ലോ, അത് പോയിട്ടില്ല. ഇത് ഉടുത്ത് കഴിയുമ്പോ നല്ലൊരു എടുപ്പാട്ടോ, നല്ല ഭംഗിയാ. ഉടുത്തതിന്റെ ഫോട്ടോ കയ്യിലുണ്ടെങ്കിൽ ഞാൻ സൈഡിൽ കൊടുക്കാവേ. ഉണ്ടാവും. നമ്മള് മഴുവന്നൂര് ആ കല്യാണം കടയിരിപ്പി പോയപ്പോ ഇതാ കൊടുത്ത ആ ഡോക്ടർ മോന്റെ. അപ്പൊ ഫോട്ടോ ഇല്ലെങ്കിൽ ഞാൻ ആ ലിങ്ക് താഴെ കൊടുക്കാം കേട്ടോ. അപ്പൊ നിങ്ങളതൊന്ന് കണ്ടു നോക്കാം. നല്ല എടുപ്പായത് കല്യാണം ഇതില് മുഴുവനും. അതെ 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 അതെ, സാരിയായിരുന്നു. ഒരു പ്രത്യേക ലുക്കാണ് അത്. പിന്നെ വില കൂടിയ സാരികൾക്ക് എപ്പോഴും ഒരു പ്രൗഢി ഉണ്ടാവൂലോ എപ്പോഴും. അതെ, അതാണ് ഇതാ. ഇതൊന്ന് മടക്കട്ടെ കേട്ടോ. അതന്നെ അമ്മ മറിച്ച് മടക്കണേ എപ്പോഴും. അല്ല, മറിച്ച് അത് മടങ്ങിയിരുന്നു. പിന്നെ ഞാൻ നിവൃത്തിയില്ലാതെ അതിലേക്കൊന്നും നോക്കാറില്ല. അത് കാരണം പിന്നെ എന്തെങ്കിലും ആവശ്യം അല്ലെ പിന്നെ തേക്കാൻ നേരത്തെ ഇത് എടുക്കുള്ളൂ. അത് കാരണം പിന്നെ അങ്ങനെ അത് ചെയ്തില്ലെന്നേ ഉള്ളൂ. മറിച്ച് മടക്കിയതൊന്നും അല്ല, മടക്കിയപ്പോ അങ്ങനെ ആയിപ്പോയി, അതുകൊണ്ട് ഇങ്ങനെ വെച്ചെന്നേ ഉള്ളൂ. പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. നല്ല സാരിയാ. അടുത്തതാ, അതും സെമി ടസറാ അല്ലേ? അല്ലേ? അതെ അതെ അതെ. ഇത് നമ്മള് 1000 രൂപ വിലയുള്ള. ഇത് ഷോപ്പിൽ നിന്നല്ല, ഓൺലൈനിൽ നിന്ന് മേടിച്ചത്. ഓൺലൈൻ എന്ന് പറഞ്ഞാൽ യൂട്യൂബില് വീഡിയോ കണ്ടിട്ട് മേടിച്ചത്, അങ്ങനെ മേടിച്ചതാണ് കേട്ടോ. തുമ്പ. അടിപൊളി. ബ്ലൗസ് ഈ കളറ്, ഇത് ആ കളർ. അതാവുമ്പോ നല്ല എടുപ്പാണ്. അത് നീതയുടെ എൻഗേജ്മെന്റിന് ഇതല്ലേ കൊടുത്തത്? ഇതാന്ന് തോന്നുന്നു. ഒരു കല്യാണ എൻഗേജ്മെന്റ് ഞാനിത് കൊടുത്തായിരുന്നു. അതെ അതെ അതെ, ആ വീഡിയോയുടെ ലിങ്കും താഴെ കൊടുക്കാവേ. എൻഗേജ്മെന്റിന് ഇതാ കൊടുത്തു നമ്മള് ഇവിടെ പോയപ്പോ അപ്പോളോടെ. അതെ 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 അതെ. അപ്പൊ അതും താഴെ കൊടുക്കാം, അപ്പൊ നിങ്ങൾക്ക് അത് ശരിക്ക് കാണാൻ പറ്റും. നല്ല ഭംഗിയുള്ള സാരിയാണ്. കണ്ടോ, നല്ല കളറും. അതിന് പിങ്കും അല്ല റെഡും അല്ല, മെറൂണും അല്ല. പക്ഷെ എല്ലാത്തിനും കൂടി മിക്സ് ആയിട്ട്. ഒരുപാട് പേര് അന്ന് ഈ സാരിയെ പറ്റി എന്നോട് ചോദിച്ചായിരുന്നു. ഞാൻ എൻഗേജ്മെന്റിന് ഉടുത്തപ്പോ ഒരുപാട് പേര് എന്നോട് ഈ സാരിയെ പറ്റി ചോദിച്ചായിരുന്നു, ഞങ്ങളുടെ കസിൻസും ബന്ധുമിത്രാദികളൊക്കെ. എനിക്ക് 1000 രൂപ എന്തോ ആയിരുന്നു, 1000 സംതിങ് ഏതാണ്ട. 1000 അല്ല, 1000 സംതിങ് ഉണ്ട്. എത്രയാന്ന് ഞാൻ മറന്നുപോയി. മേടിച്ചിട്ട് 5-6 മാസം ഇവിടെ ഇരുന്ന് കഴിഞ്ഞാണ് ബ്ലൗസൊക്കെ തയ്ച്ചൊരു ചടങ്ങ് വന്നപ്പോ ഉടുത്തത്. അതെ, കുറച്ച് ദിവസം ഇവിടെ ഇരുന്ന്. ഇതിന്റെ ബ്ലൗസ് പാറ്റേൺ ആണ് ഈ സാരിക്ക് ഭംഗി കൊടുക്കുന്നത്. ശരിയാ, പല സാരികൾക്കും അതിന്റെ ബ്ലൗസിന്റെ പ്രിന്റ് ആണ് ഭംഗി കൊടുക്കാറുള്ളത്. കളറുള്ള ബ്ലൗസാ. ഈ കളർ വന്നോണ്ടാണ് അതിന് ഭംഗിയായത്. അപ്പൊ എന്നാന്ന് വെച്ചാൽ തെളിഞ്ഞു നിൽക്കും. അതെ 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 അതെ. മറ്റേ ചെക്കിലെ കളർ വന്നിരുന്നെങ്കിൽ അതിന് അത്രയും തെളിമ. അന്നേരം അങ്ങനെ വന്നാ ഇരുണ്ട് പോവും. അതെ 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 അതെ, അതാ. നല്ല സാരിയാ, വെരി ബ്യൂട്ടിഫുൾ സാരി. എല്ലാം തേക്കണം. മടി പിടിച്ചിങ്ങനെ മടക്കി മടക്കി വെച്ച് കഴിഞ്ഞ് തേച്ച് വെക്കണം, അല്ലെങ്കിൽ ശരിയാവൂല. ഒരു ദിവസം അങ്ങ് സാരി നിങ്ങളെ ഒന്ന് ക്ലോസപ്പിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു പിക്ക് എടുത്തത്. നല്ല ഭംഗിയില്ലേ? മടക്കിക്കോട്ടെ. ഇനി അവസാനത്തെ അല്ല, ഇനി ഇഷ്ടം പോലെ ഉണ്ട്. സ്ഥിരം ഉടുക്കുന്നതിൽ അവസാനത്തെ. ഇത് അമ്മയ്ക്ക് ഒരു പ്രിയപ്പെട്ട സാരിയാണ്. ഇത് ഞാൻ ഇരിഞ്ഞാലക്കുടയിലെ ജെയിൻ്റെ റോബിൻ്റെ എൻഗേജ്മെന്റിന് ഷെറിനും ജാസ്മിനും ചെക്ക് സാരിയാണ് കൊടുത്തതാണ്. അന്ന് കുമരകത്ത റിസോർട്ടിൽ പോയപ്പോൾ. അപ്പം അന്ന് ഞാൻ അവരോട് ചോദിച്ചപ്പോൾ അവർ അത് കോയമ്പത്തൂർ പോയി പോത്തീസിൽ നിന്ന് എടുത്താന്ന് ജെയിൻ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ അന്ന് പോലെ ഞാൻ ആലോചിക്കുന്നത്. അപ്പോൾ ഇവിടെ പോത്തീസിൽ ഒരു പ്രാവശ്യം ചെന്നപ്പോൾ ഞാൻ അവരോട് ഇങ്ങനെ ചെക്കെന്നൊക്കെ പറഞ്ഞപ്പോൾ അവർക്കൊന്നും മനസ്സിലായില്ല. അത് കഴിഞ്ഞപ്പോൾ ചെക്കെന്ന് പറഞ്ഞപ്പോൾ അവർ ഓർഡിനറി ചെക്ക് സാരികൾ കാണിച്ചു തന്നു. അപ്പം ഞാൻ പറഞ്ഞു അതല്ല, എനിക്ക് ഇങ്ങനെ മറ്റേ കോസ്റ്റ്ലി ആയിട്ടുള്ള ചെക്ക് സാരി, പട്ട് പോലെയുള്ള ചെക്ക് സാരി എന്ന് പറഞ്ഞപ്പോൾ അവർ ആകെ 2 കളറേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഈ കളർ അത്ര ഇഷ്ടമായിട്ട് എടുത്തതല്ല, പക്ഷെ വേറെ കളർ, പിന്നെയുള്ള കളർ ഭയങ്കര നീല റോയൽ ബ്ലൂവിൽ ഇത് എനിക്ക് ഭയങ്കര ഇരുളിമ തോന്നും. അത് കാരണം ഞാൻ പിന്നെ ഉള്ളതിൽ ഭേദം ഇതാ, പിന്നെ ഇനി കിട്ടിയില്ലെങ്കിലോ എന്ന് ഓർത്ത് ഞാൻ ഇത് ചാടിയെടുത്തതാണ്. തുമ്പിങ്ങനെ
ഇത് 4000 സംതിങ് 5 താഴെയാണ്. 4 സംതിങ് ആണ്. ദേ അരികിലിങ്ങനെ വർക്ക് പോലെയുണ്ട്. അരികിലിത് ത്രെഡ് വർക്ക് പോലെ. ദേ പോളിസ്റ്റർ അല്ല കേട്ടോ, ഇത് ഈ കഞ്ചിപുരത്തിൻ്റെ ഇതാണെന്ന് തോന്നണം എനിക്ക്. കഞ്ചിപുരം അല്ല, അങ്ങനെയുള്ള ആ മോഡൽ ഇതുപോലെയൊക്കെയുള്ള നമ്മൾ പട്ടിൻ്റെയൊക്കെ ഒരു മോഡൽ, സെമി മോഡലാണ്. 4 സംതിങ് ആണ് റേറ്റ്. ഞാൻ കൃത്യമൊന്നും ഓർക്കണില്ല, അത് അന്ന് ഒത്ത് പിന്നെ അത് ഓർത്തിരിക്കൂല. എല്ലാവർക്കും അങ്ങനെ ഇഷ്ടപ്പെടണമെന്നില്ല, എനിക്ക് അത്ര ഇഷ്ടമല്ല ഈ ഒരു മോഡൽ. അപ്പയ്ക്ക് ഇഷ്ടമല്ല, പക്ഷെ ഞാൻ പറഞ്ഞു എന്തായാലും എനിക്ക് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ മേടിച്ച പൊത്തിസാട്ടോ ഇത്, ഇവിടെയുള്ള കല്ലൂർ പൊത്തിസിന്ന് മേടിച്ച. ഇച്ചിരി പ്രൗഢി കൂടുതലാ, കാരണം ഇതിന് ഈ കളറുകൾ ഒരുപാട്. ട്രഡീഷണൽ മോഡൽ കുറേ കളറുകളൊക്കെയുള്ള പട്ട് സാരികളുടെ ഒരു ഫീൽ ഉണ്ടല്ലേ. നല്ല ഡാർക്ക് കളേഴ്സ് ആണ് കൂടുതൽ. വിത്ത് ബ്ലൗസ് ആട്ടോ ഇതിന്റെ തന്നെ, ഈ ചെക്ക് തന്നെ വിത്ത് ബ്ലൗസ് ആണ്. പക്ഷെ ഞാൻ ഈ വയലറ്റ് ഇടാറുണ്ട് ഇതിന്. ഈ ഞാൻ കറുകുറ്റിയിലെ കല്യാണത്തിന് വയലറ്റ് എടുത്തപ്പോ രമണി ആൻറ്റി ഇല്ലേ നമ്മുടെ രമണി ചേച്ചി എന്നോട് പറഞ്ഞു, മോളെ ഈ സെയിം ഇത് ചെക്ക് ബ്ലൗസ് ഇടുന്നതിലും നല്ലത് വയലറ്റ് ആണ്, പ്ലെയിൻ ബ്ലൗസ് ആണ് നല്ലതെന്ന് എന്നോട് പറഞ്ഞെന്ന് നമ്മുടെ രമണി ചേച്ചി കറുകുറ്റിയിലെ. ഇപ്പം ഇതൊക്കെയാണ്. പിന്നെ അലമാരിയിൽ ഇരിപ്പുണ്ട്, വേണമെങ്കിൽ കുറച്ച് ഓർഡിനറി സാരി എടുക്കാം. ഇതൊക്കെ അങ്ങ് കയറ്റി വെച്ച്. അതെ, അത് വേണമെങ്കിൽ സെക്കൻഡ് പാർട്ടായിട്ട് നമുക്ക് ഇടാം. അപ്പോ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട സാരി കളക്ഷൻസ്, സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ചില സാരികളുടെ കളക്ഷൻസ്. പലരും കാണണം എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ കുറച്ചെടുത്ത് കാണിച്ചത്. പണ്ടത്തെ വീഡിയോ കാണിച്ചപ്പോ പലരും പറഞ്ഞു അപ്ഡേറ്റഡ് ആയിട്ടുള്ളത് കാണണം എന്ന് പറഞ്ഞു. പിന്നെ കേരള സാരികളൊക്കെ കുറെ ഉണ്ട് കേട്ടോ. അതെ, കേരള സാരി ഉണ്ട്, കോട്ട സാരി ഇഷ്ടം പോലെ ഡെയിലി യൂസിനുള്ളത് ഇഷ്ടം പോലെ ഉണ്ട്. അത് ഓൾറെഡി എല്ലാ യാത്രകളും പോകുമ്പോ ഉടുത്ത് തന്നെ നിങ്ങൾ കണ്ട് മടുത്തേക്കണതാ, അതുകൊണ്ട് അത് എടുത്ത് കാണിക്കുന്നില്ല. അലമാരിയിൽ 1 by 1 ആയിട്ട് അടുങ്ങിയിരിപ്പുണ്ട്. അപ്പൊ സെക്കൻഡ് പാർട്ട് വേണമെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണിക്കാൻ. ഒരുപാട് കോസ്റ്റ്ലി സാരികളൊന്നുമില്ല, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ സാധാ രീതിയിലുള്ള സാരികളൊക്കെ എനിക്കുള്ളൂ. ഞാൻ അങ്ങനത്തെ യൂസ് ചെയ്യാറ്. അപ്പൊ അത് വിവരം പറഞ്ഞാൽ ഒത്തിരി റേറ്റ് ഉള്ളത് മേടിക്കുന്നതിനോട് എനിക്ക് അത്രയ്ക്ക് താല്പര്യമില്ല. കാരണം ഈ ഒരുപാട് ഇപ്പം 10-12 രൂപയുടെയൊക്കെ സാരി നല്ല സാരികളുണ്ട്. പക്ഷെ ഞാനത് എന്നാ അങ്ങനെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത്രയും റേറ്റിൻ്റെ സാരി നമ്മൾ മേടിച്ചു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ചടങ്ങുകൾക്ക് ഇതൊക്കെ ആകുമ്പോൾ 4-5 രൂപ, 3 രൂപ, 3.5 രൂപ അങ്ങനെയൊക്കെ റേറ്റ് അല്ലേ. അപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഉപയോഗിക്കുകയും ചെയ്യും. 10 രൂപയുടെയും 12 രൂപയുടെയൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ ആ റേറ്റ് ഉണ്ടെങ്കിൽ 2 മേടിക്കുക, എൻ്റെ അഭിപ്രായം. അപ്പം ചുമ്മാ അലമാരിയിൽ ഇങ്ങനെ മടങ്ങി അലമാരി കാണാനിരിക്കുമല്ലേ ഉള്ളൂ. അതുകൊണ്ട് അലമാരിയിൽ തുറക്കുക, കാണുക, അടച്ചു വെക്കുക. അതുകൊണ്ട് ആ 12 രൂപയ്ക്കാണെങ്കിൽ എൻ്റെ അഭിപ്രായം പറഞ്ഞാൽ 2 റെഡിയായിട്ട് മേടിക്കാം. അത്രയും റേറ്റ് മേടിച്ച, അല്ലെങ്കിൽ സ്ഥിരം അങ്ങനെ ചടങ്ങുകൾക്ക് പോയി നടക്കും, ചടങ്ങുകളുണ്ടെങ്കിൽ കുഴപ്പമില്ല. പിന്നെ എനിക്ക് അങ്ങനെ പൈസ അങ്ങനെ ചിലവാക്കണതിനോട് അത്ര താല്പര്യമുള്ള കൂട്ടത്തിലുമല്ല. അതൊക്കെ പല കാരണങ്ങളുള്ളത് കൊണ്ട് അങ്ങനെയൊക്കെയാണെന്ന് ഞാൻ അങ്ങ് സമർത്ഥിച്ചതാട്ടോ. അപ്പം ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നീ പറഞ്ഞ പോലെ സെക്കൻഡ് പാർട്ട് വേണമെങ്കിൽ കാണിക്കാം. ഓർഡിനറി സാരിയുടെയും കാണിക്കാം. ഇതുപോലെയുള്ള കുറച്ച് വേറെ കാന്താവർക്കൊക്കെ ഇരിപ്പില്ലേ, അങ്ങനെയുള്ള സാരികൾ പട്ടിന്റെ നല്ല ഖാദിയിലെ അങ്ങനെ അതൊക്കെ കണ്ടേക്കണത് എല്ലാവരും ഉണ്ടെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ അടുപ്പിച്ചടുപ്പിച്ചാകുമ്പോൾ ബോറടിക്കും. പിന്നെ കോട്ടൺ സാരി സ്ഥിരം ഉടുക്കണത് എന്നും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഉടുത്ത് പടമെടുത്ത് കാണിക്കാറുണ്ട്. അതൊക്കെയാണ് സാരി കളക്ഷൻ. ഇഷ്ടമായി എന്ന് വിചാരിക്കണം. നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സാരി ഏതാണെന്നും ഏറ്റവും കുറവ് ഇഷ്ടപ്പെട്ട സാരി ഏതാണെന്നും പറയണം കേട്ടോ, മെൻഷൻ ചെയ്യുക അല്ലേ. അതെ, ഇതില് ഇനി കാണിക്കാത്തതുണ്ട്. അപ്പൊ അത് സെക്കൻഡ് പാർട്ടായിട്ട് നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ വേറെ ദിവസം നമുക്ക് കാണിക്കാം, പറഞ്ഞാൽ കാണിക്കാം അല്ലേ. അതെ, ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം. അതെ, ഓക്കെ, ബൈ.